ഇന്ന് ഞാനൊരു ചോലെ ബാജി ഉണ്ടാക്കുവാണ്. അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയ തേങ്ങ എടുത്ത് ഫ്രൈ ചെയ്ത് അതിന് ശേഷം കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇത് വാങ്ങിയിട്ട് നമുക്ക് മിക്സിക്കകത്തിലത് അരച്ചെടുത്ത് വയ്ക്കാം. അപ്പോഴേക്കും നമുക്കതൊരു പാൻ വെച്ച് അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് കറിവേപ്പില ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്നത് അതൊഴിച്ച് ചൂടാക്കാം. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഞാൻ ആ കാബൂളിച്ചനെ അത് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ പാനിനകത്തിൽ കൊള്ളില്ല. അത് കാരണം ഞാൻ അത് ഇതിൽ നിന്നൊന്ന് മാറ്റി ചട്ടിയിലേക്ക് ഒഴിക്കുമേ. അപ്പോൾ നമ്മളത് മാറ്റി ചട്ടിയിലേക്ക് ഒഴിക്കുവാണ്. അപ്പോൾ ചട്ടിയിൽ അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കാബൂളിച്ചന ഇട്ട് ഇതിനകത്തിലേക്ക് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കും. ഒത്തിരി കുറുകണ്ട, മീഡിയം ലെവലിൽ നമുക്കത് കുറുക്കിയെടുക്കാം. അതിന് ശേഷം നമുക്കതിന് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കാരണം ഞാനത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നിങ്ങളെ കാണിക്കുന്നത്. മല്ലിയില അരിഞ്ഞിട്ടായിരുന്നു വീഡിയോ എടുത്തത്. അന്നേരം അത് ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് പുതിനയിലയാണ് ഇടുന്നത്. കുറച്ച് പുതിനയില ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു മണവും നല്ല ഒരു ഫ്ലേവറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിനയാണ് ഇട്ടത്. അതിന് മുന്നേ ഞാൻ നമ്മുടെ മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പുതിന ഇട്ട് കഴിയുമ്പം ആ ചൂടോടെ അതിനൊരു ഫ്ലേവർ വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിട്ടിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. ഓക്കെ, ബൈ.